Hello everyone, welcome to Expert Gan Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടാലി വിത്ത് ഇൻവെന്ററി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റോക്ക് ഐറ്റംസും സ്റ്റോക്ക് ഗ്രൂപ്പ്സും എങ്ങനെയാണ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം അക്കൗണ്ട്സ് ഇൻഫോയിലാണ് നമ്മൾ മുമ്പ് ലെഡ്ജേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ഇൻവെന്ററി ഇൻഫോയിലാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാനൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്, ഒരു ജെൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ആദ്യം സ്റ്റോക്ക് ഐറ്റംസ് ആണോ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ആണോ, അപ്പം ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യണം. സോ സ്റ്റോക്ക് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പം രണ്ട് കാറ്റഗറി ആയിട്ടാണ്, ഒന്ന് ഷർട്ടും ഒന്ന് ട്രൗസേഴ്സെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ഓക്കെ പ്രൈമറി തന്നെ കൊടുത്തു. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ്, യെസ് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തു, ട്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഷർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓക്കെ, ഷർട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ രണ്ട് ഗ്രൂപ്പ് ഓൾറെഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു, ട്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ടും ഷർട്ട് എന്ന് പറഞ്ഞിട്ടും. ഇനി ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഐറ്റം ഇൻ ദ സെൻസ്, അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഞാനൊരു ഷർട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഗുച്ചിയുടെ ഒരു ഷർട്ട് പറയാണ്. അപ്പം ഇതിൻ്റെ ഇവിടെ അണ്ടർ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. അപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ്സ് ആണ് ചോദിക്കുന്നത്, വരുന്നത് ഷർട്ടിൻ്റെ കേസിലാണ്. അപ്പം ഞാൻ ഷർട്ട് കൊടുത്തു. യൂണിറ്റ് ഞാനിപ്പോൾ നോട്ട് അപ്ലിക്കബിൾ, അത് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഫോർ എക്സാമ്പിൾ ഒരു LP കൊടുത്തു. ഞാനത് ട്രൗസേഴ്സിൻ്റെ അണ്ടറിൽ കൊടുത്തു. അപ്പോൾ ഇവിടെ യൂണിറ്റ്സ്, അപ്പോൾ യൂണിറ്റ്സിന് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Alt+C. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളി കൊടുക്കാൻ പറ്റും. നമ്പേഴ്സ് ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ ഫോർമൽ നെയിം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്പേഴ്സ് ഓക്കെ. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നോ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ രണ്ട് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തു, അതേപോലെ രണ്ട് സ്റ്റോക്ക് ഗ്രൂപ്പുകളും ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ, അതേപോലെ ഇവിടെ ഇൻവെൻട്രി ഇൻഫോയിൽ തന്നെയാണ് യൂണിറ്റ് ഓഫ് മെഷർ. അപ്പം നമുക്ക് നേരത്തെ കണ്ട പോലെ ആ യൂണിറ്റ്സ് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ ഇവിടെയാണ് ഫില്ല് ചെയ്യുക. അപ്പം യൂണിറ്റ്സ് കൊടുക്കുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഫോർമൽ നെയിം നമ്പേഴ്സ്, NOS ഓൾറെഡി എക്സിസ്റ്റ് ആണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കിലോഗ്രാംസിൽ കൊടുക്കാം, kg. ഫോർമൽ നെയിം കിലോഗ്രാംസ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ഉണ്ട്. അതേപോലെ സ്റ്റോക്ക് ഐറ്റംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുച്ചി ആൻഡ് LP, അങ്ങനെ രണ്ട് സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് ഐറ്റംസും ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് യൂണിറ്റ് ഓഫ് മെഷർ. യൂണിറ്റ് ഓഫ് മെഷർ നമ്മളിപ്പോൾ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തു, ഒന്ന് kgയും ഒന്ന് നമ്പേഴ്സും. അപ്പം ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ക്രിയേറ്റ് ഓപ്ഷനിൽ പോവുക, എന്താണ് അതിൻ്റെ സിമ്പിൾ കൊടുക്കുക, അതായത് ഷോർട്ട് കട്ട് എന്താണ് കൊടുക്കുക, ഫോർമൽ നെയിം എന്താണ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി അത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.